നമ്മളുടെയൊക്കെ ജന്മമാസം, ജന്മനക്ഷത്രത്തിൻ്റെ കൂടിയൊരു മാസം ഉണ്ടാവും, ജന്മമാസം. ഈ ജന്മമാസത്തിൽ എന്തെങ്കിലും ശുഭകരമായ കാര്യം നമ്മൾ ആരംഭിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ സമയവും കാലവും ഒക്കെ നോക്കുമ്പോൾ പറയും ഇത് ജന്മനക്ഷത്രം അല്ലേ, ജന്മമാസമാണ്, ഈ മാസം കഴിഞ്ഞിട്ട് ആകാം. നമ്മുടെ വിവാഹമായിക്കോട്ടെ, നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഉദ്ഘാടനമായിക്കോട്ടെ, പാലുകാച്ച് ചടങ്ങായിക്കോട്ടെ, ഈ ഒരു കാര്യത്തിനും നമ്മളുടെ ജന്മമാസം ഗുണപ്രദമല്ല. അതുകൊണ്ട് അതിനെ ഒഴിവാക്കും. പണ്ട് കാലത്ത് പറയും ഈ ജന്മമാസത്തിൽ ശൗരാദി കർമ്മങ്ങൾ പോലും, മുടി മുറിക്കുക അല്ലേ, ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറയും. കാരണം ആയുധങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. കാരണം ജന്മനക്ഷത്രവും ജന്മമാസവും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവനെ ഈ പ്രകൃതിയിലുള്ള സുഖദുഃഖമാകുന്ന ലോകത്ത്, ഒരർത്ഥത്തിൽ നമ്മൾ ശിവൻ്റെ കീർത്തനം ഉണ്ടല്ലോ, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടേണം. ഈ നരകജീവിതം പോലെ ജീവിതം ഒരർത്ഥത്തിൽ പ്രാരാബ്ധം കൊണ്ട് വന്നു ചേരുന്നതാണ്. ഈ പ്രാരാബ്ധം കൊണ്ടുള്ള ദുഃഖത്തിലേക്ക് നമ്മളെല്ലാം വന്നത് ഏതിലൂടെയാണ്? ഈ നക്ഷത്രത്തിലൂടെയാണ് വന്ന് ചേർന്നത്, ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ പറയും ഈ ജനനമാണ് ദുഃഖത്തിൻ്റെ കാരണം. ജനിച്ചു പോയത് കൊണ്ട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. ജനിച്ചു പോയത് കൊണ്ടാണ് മരണമടക്കമുള്ള ദുഃഖവും വരുന്നത് അല്ലേ. ജനിച്ചത് കൊണ്ട് ഒടുവിൽ മരണവും വരും. മരണം വീണ്ടും അടുത്ത ജന്മത്തിന് കാരണമായി തീരും, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി. ഇതൊരു ചക്രത്തെ പോലെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനനത്തെ ഒഴിവാക്കുക എന്നതിനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. നമ്മൾ ഭാഗവത കീർത്തനത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ, ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട. ഇനി ഒരു ജനിമരണങ്ങളില്ലാതിരിക്കണം, ഇനി ഒരു ജന്മം. കാരണം ജന്മത്തിൽ പ്രാരാബ്ധങ്ങളെല്ലാം നമ്മളെ വന്ന് പിടികൂടും. നമ്മളെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള സർവ്വ പ്രാരാബ്ധങ്ങളും നമ്മൾ ജനിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? നമ്മളെ കൂടെ അങ്ങ് കൂടും. മനസ്സിലായില്ലേ? അത് പിന്നെ അനുഭവയോഗ്യമായി വരും. നമ്മൾ നോക്കുമ്പോൾ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതീവ ദുഃഖങ്ങളിലേക്ക് എത്തുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ തന്നെ ചോദിക്കില്ലേ, എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ദുഃഖത്തിലേക്ക് ഈ കുട്ടികൾ വരുന്നത്? അതിൻ്റെ കാരണം പൂർവ്വജന്മത്തിൻ്റെ ഫലമായും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. 3 തരത്തിലാണ് കർമ്മഫലങ്ങളെ പറയുന്നത്: സഞ്ചിത കർമ്മഫലം, പ്രാരാബ്ധ കർമ്മഫലം, ആഗാമി കർമ്മഫലം. 3 തരത്തിലാണ് കർമ്മഫലങ്ങൾ വരുന്നത്. ഈ 3 തരത്തിലുള്ള കർമ്മഫലങ്ങളും നമ്മൾ സഞ്ചിതമെന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം ഫലം ഒരു സഞ്ചിയിലാക്കുന്നത് പോലെ, മനസ്സിലായില്ലേ? ഒന്നും നഷ്ടപ്പെടാതെ അത് മുഴുവൻ ഇങ്ങനെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അത് ഒരു അടുത്ത ജന്മം വരുമ്പോൾ അത് കൂടെ വന്ന് ചേരും. പിന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ അല്ലേ, നമ്മൾ ജനിച്ചതിന് ഇങ്ങോട്ട് ഈ സമയം വരെ കർമ്മങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ആ കർമ്മത്തിൻ്റേതാണ് പ്രാരാബ്ധം. അപ്പോൾ സഞ്ചിതവും നിലവിൽ ചെയ്തതും ചേർത്തിട്ടാണ് അനുഭവിക്കേണ്ടതായി വരുന്നത്. പിന്നെ 3ാമത്തെ ആഗാമി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ചെയ്യാൻ പോകുന്നതിനും ഫലമുണ്ട്. മനസ്സിലായില്ലേ? പൂർവ്വജന്മത്തിൽ ചെയ്തത് നമുക്ക് തടയാൻ പറ്റില്ല, ഇതുവരെ ചെയ്തതും തടയാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും കൈകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മാറിപ്പോവോ? പോവില്ല, അത് വന്ന് ചേർന്നു. ഇനിയുള്ളത് മനസ്സിലായില്ലേ? അതെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്ത് ഒരിക്കലും ദുഃഖഫലങ്ങളെ ഉളവാക്കാത്ത കർമ്മങ്ങൾ ചെയ്യണം. അതാണ് ആഗാമി കർമ്മം. ഇവിടെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഈ സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങളെ, മനസ്സിലായില്ലേ? ഈ സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള മനോബലത്തിനും നമ്മളെ അതിനെ ത്രാണം ചെയ്യിപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനുമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയുള്ള കർമ്മങ്ങൾ സദ്ബുദ്ധിയോടുകൂടി നല്ല കർമ്മങ്ങളാകുവാനും വേണ്ടിയിട്ടാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു കർമ്മത്തും കൊണ്ടും ഒരു പൂജ കൊണ്ടും ഇതുവരെയുള്ള കർമ്മഫലങ്ങൾ നീങ്ങില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെയുള്ള കർമ്മഫലങ്ങൾ നീങ്ങില്ല, അത് വന്നു ചേരുക തന്നെ ചെയ്യും. അത് മാറ്റമില്ലാത്ത ഒരു സത്യം എന്ന നിലയിൽ ഇതുവരെയുള്ള കർമ്മങ്ങളുടെ എല്ലാം ഫലം നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യും? അത് വന്ന് ചേരുക തന്നെ ചെയ്യും. നമുക്ക് ഒരു കഥ കേട്ടാൽ വളരെ വേഗത്തിൽ അത് മനസ്സിലാവും.
നാറാണത്ത് ഭ്രാന്തൻ എന്നറിയപ്പെട്ട ഒരു മഹായോഗി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. പറയിപെറ്റ പന്തിരകുലത്തിൽ വരരുചിയുടെ പുത്രനായി ജനിച്ച നാറാണത്ത് ഭ്രാന്തൻ. നമ്മളൊക്കെ അദ്ദേഹത്തെ ഭ്രാന്ത എന്ന് വിളിച്ചത് പുറമേ അദ്ദേഹത്തിൻ്റെ കർമ്മം കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിന് വലിയ ഗുണപാഠം പകർന്നു കൊടുത്ത ആളാണ് ആര്? നാറാണത്ത് ഭ്രാന്തൻ. ഈ അവധൂതന്മാരെന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ ഈ മഹാത്മാക്കളിൽ. ഈ സന്യാസിമാരുടെ ഇടയിൽ പരമഹംസൻ, അവധൂതൻ, കുടീചികൻ, ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന നിലവാരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഈ അവധൂതന്മാരൊരു പ്രത്യേക തരം ആൾക്കാരാണ്. അവരുടെ വൈശിഷ്ട്യം മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ അവർ പലപ്പോഴും ഈ വികൃതഭാവത്തിൽ നടക്കും. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഭൂമണ്ഡലത്തിലുണ്ട്. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വൃത്തിഹീനമായി നടക്കുക, അതുപോലെ തന്നെ വെറുതെ പുറവുറുത്തുകൊണ്ട് നടക്കുക, പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ വലിയ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നവരാണ്. മറ്റുള്ളവർ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അവരടുത്തേക്ക് അങ്ങനെ ആരുടെ ശല്യം ഉണ്ടാവരുത്. അവർക്ക് എപ്പോഴും ആരോടും മമതയില്ലാതെ അവരുടെ മനസ്സ് ആരിൽ നിൽക്കണം? ഈശ്വരനിൽ നിൽക്കണം. സംസാര ബന്ധനങ്ങൾ ഉണ്ടാവരുത്. നമുക്കറിയാമല്ലോ, സംസാരം ഒരു ബന്ധനമാണ് അല്ലേ? അടുത്തിരിക്കുന്ന ആളിനോട് നമ്മൾ കുറച്ച് നേരം കാര്യം പറഞ്ഞ് അവസാനം അയാളെ കൂടി നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ പരസ്പരമുള്ള സംസാര ബന്ധനങ്ങളും ആ പാരസ്പരികമായ ഇടപെടലുകളൊക്കെ ഒഴിവാക്കി അവരിങ്ങനെ പ്രകൃതിയിൽ ഒരു പ്രത്യേക ഭാവത്തിൽ ജീവിക്കും. അവരാണ് ദിഗംബരന്മാർ. നമ്മളെ കേട്ടിട്ടില്ലേ, നാഗസന്യാസിമാരെ പോലെ ഹിമാലയത്തിലൊക്കെ അവരിങ്ങനെ അവരവരുടേതായൊരു ലോകമാണ്. മനസ്സിലായില്ലേ? അവരവരുടേതായ ഒരു ഭാവമാണ്. ചിലപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ചിലപ്പോൾ ഏതെങ്കിലും വരാന്തയിലോ കടത്തിണ്ണയിലോ ഒക്കെ ഇങ്ങനെ കിടന്നുറങ്ങും. നമ്മൾ കന്യാകുമാരിയിൽ പോയാൽ, കന്യാകുമാരി ദേവീക്ഷേത്രത്തിനടുത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത്, നമ്മൾ ആ വിവേകാനന്ദപ്പുറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ അകത്തോട്ട് കയറുന്ന സ്ഥലത്ത് അവിടെ വലതുഭാഗത്ത് മായിയമ്മ എന്ന് പറയുന്ന ഒരു അവധൂതയുടെ ഒരു സമാധി കുടീരം അവിടെയുണ്ട്. ഈ മായിയമ്മ അവിടുത്തെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടതാണ്, സമാധിയായതാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ആ മായിയമ്മ ഭയങ്കര ഭക്തിയുള്ള ഒരാളാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മായിയമ്മ ഇങ്ങനൊരു ചേലയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ചുറ്റി ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടന്നു പോകും. ആരോടൊന്നും പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, ഇങ്ങനെ പോകും. ചിലപ്പോൾ ഏതെങ്കിലും വീടുകളിലേക്ക് അവിചാരിതമായി ചെന്ന് കയറും. അങ്ങനെ മായിയമ്മ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും തനിയെ വരും. എന്ന് വെച്ചിട്ട് ആരെങ്കിലും ചെന്ന് ഒന്ന് വരണേന്ന് പറഞ്ഞ് വിളിച്ചാൽ സൂക്ഷിച്ച് നോക്കും, നടന്നങ്ങ് പോവും. അങ്ങനെ വരില്ല. ആരുടെയെങ്കിലും അടുത്തേക്ക് പോകണമെന്ന് സ്വയം തോന്നിയാൽ മാത്രം അവരടുത്തേക്ക് പോകും. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ വന്ന് അടി കൊടുക്കും. ഈ അടി കിട്ടുന്നവനും ഭാഗ്യവാനാണ്. ഒരു പ്രത്യേക ഭാവത്തിലാണ്. എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും. ചിലപ്പോൾ കൊടുക്കുന്നിടത്ത് കൂടെ കുറേ നായ്ക്കൾ വരും, അതിന് കൊടുത്തിട്ട് നടന്നു പോകും. ഇങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പലർക്കും, അതുകൊണ്ട് പലതരത്തിലും. ഈ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ അവധൂത സന്യാസിമാർ കൂടുതലുള്ളത്. സിദ്ധയോഗി ശൂലപാണി വൈദ്യരുടെയും അഗസ്ത്യ പരമ്പരയിലൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വളരെ ശ്രേഷ്ഠന്മാരായി ഇപ്പോഴും ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ തമിഴ്നാട്. ശൈവ ഭാവത്തിൽ ശിവയോഗിമാർ എന്നവരെ അറിയപ്പെടും. അങ്ങനെയുള്ളവരുണ്ട്. അതിൽ ഈ ഓടയിൽ സ്വാമി എന്നൊക്കെ പറയപ്പെടുന്ന സ്വാമിയെക്കുറിച്ച് നമ്മുടെ ചില കഥകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജീവിതത്തെക്കുറിച്ച്. അവർ ഏതെങ്കിലും സ്ഥലത്ത് ഈ ഓടയുടെ സ്ലാബൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കിടക്കുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുക്കും. പലരും വന്ന് ഇവരെ നമസ്കരിക്കും. ആര് വന്നാലും വന്നില്ലെങ്കിലും അവരെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അവരിങ്ങനെ കിടക്കും. ഇടയ്ക്ക് ഈ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഇത് തോന്നിക്കഴിഞ്ഞാൽ ഓടയിലെ ജലം കൈകൊണ്ട് കോരി പ്രസാദമായിട്ട് കൊടുത്തു കളയും. നമ്മളൊക്കെ അറപ്പോടുകൂടി കാണുന്ന ജലം, ഈ കോരി കൊടുക്കുന്ന ഈ ജലം അവരെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരത് കളയില്ല, അതവർ സേവിക്കും. അവരുടെ ശരീരത്തുൾപ്പെടെ അത് തേച്ചു കൂടി. കാരണം അതൊരു ദിവ്യൌഷധമാണ്. മാറാത്ത രോഗങ്ങൾ വരെ മാറും എന്നാണ് അതിൻ്റെ ശാസ്ത്രം. അതിൻ്റെ ഒരു അടുത്ത പ്രതീകം പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഇപ്പം നിങ്ങളുടെ ഈ നാടിനോട് ചേർന്നിട്ടുമാണ് ഓച്ചിറ പരബ്രഹ്മസന്നിധി. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഓച്ചിറ അല്ലേ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഓച്ചിറയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറമേ നോക്കുമ്പോൾ അമ്പലങ്ങളില്ലെങ്കിലും ആ മഹാചൈതന്യം അവിടെ നിലനിൽക്കുന്നത്
അവിടെ പണ്ട് കാലം മുതലേ ശിവയോഗിമാരുടെ ഒരു കേന്ദ്രമാണ്. ഇപ്പോഴും പലരും അവിടെ വന്നു പോകാറുണ്ട്. നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരിങ്ങനെ വേറെ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ വലിയ തേച്ച് മിനുക്സം അല്ല ഉടുപ്പും മുണ്ടുമൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അവരോടൊരു പുച്ഛം തോന്നി നമ്മൾ നടന്നു പോകാറുണ്ട്. പല ഭാവങ്ങളിലും ഇപ്പോഴും ഈ ശിവയോഗിമാർ, ഈ തമിഴ്നാട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള തമിഴ്നാട്ടിലെ അനവധി യോഗിമാർ ഇപ്പോഴും അവിടെ വർഷങ്ങളിൽ പല സമയങ്ങളായിട്ട് അവരവിടെ വരാറുണ്ട്. പലപ്പോഴും അവിടെ ഓണ്ടിക്കാവിലും അതുപോലെ തന്നെ ആ പടിഞ്ഞാറേനയുടെ സൈഡിലുമൊക്കെ അവരിങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ അടുത്ത് ചെന്നിരുന്നാൽ അവർ ഭഗവാന്റെ കഥകളൊക്കെ നമ്മൾ കണ്ടോ, ചില കൂട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതാണ്. ചില ഗീതങ്ങളൊക്കെ പാടും, ചിലപ്പോൾ അടുത്ത് ചെന്നിരിക്കുന്നവരോട് എന്തെങ്കിലുമൊക്കെ കഥകൾ പറയും. മനസ്സിലായില്ലേ? അവർക്ക് തോന്നുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഉപദേശം തരും. ഇങ്ങനെയൊക്കെയാണ് അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അവിടെ തന്നെ വെറും നിലത്ത് കിടന്നുറങ്ങും. നമ്മൾ നോക്കുമ്പോൾ ഒരു പിച്ചക്കാരനാണ്, ഈ യാചകനാണെന്നൊക്കെ നമുക്ക് തോന്നാം. അല്ലാതെ ഭിക്ഷ എടുക്കുന്ന ആൾക്കാരവിടെയുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയാനും പ്രയാസവുമാണ്. ഈ ശിവയോഗിമാരുടെ സമാധി സ്ഥാനമാണ് ഓച്ചിറ. പണ്ട് അവിടെ ജീവിച്ചിരുന്ന, ആ ചിറയിൽ ജീവിച്ചിരുന്ന ശിവയോഗിമാർ അവരുടെ ശരീരത്തെ ഭഗവാനിൽ ലയിപ്പിച്ച് ആ ശരീരത്തെ സമാധിയാക്കുന്നതിലെ സമമായ അവസ്ഥ, ആ അവസ്ഥ പ്രാപിച്ചപ്പോൾ ആ ശരീരത്തെ ആ സമാധിയുറ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്ത്, പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം സമാധി സ്ഥലത്ത് ഒന്നുകിൽ ആല് ഇല്ലെന്നുണ്ടെങ്കിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കും. മനസ്സിലായില്ലേ? ആലും ശിവലിംഗമാണ് സമാധി പീഠങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഈ സ്ഥലത്ത് സമാധി പീഠങ്ങൾ കാണാൻ പോയി കാണാം. ചട്ടമ്പി സ്വാമിയുടെ സമാധി പന്മനയിൽ, കൊല്ലം ചവറയിൽ പന്മനയിലുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കാണാം സമാധി ഇരുത്തിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് അവിടെ ശിവലിംഗമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വർക്കല ശിവഗിരിയിൽ പോയാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി പീഠം, ആ സമാധി പീഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ശിവലിംഗമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇവിടെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് അവിടെയും ചില സമാധി, ചില സിദ്ധന്മാരുടെ മഹാത്മാക്കളുടെയൊക്കെ സമാധി പീഠങ്ങളുണ്ട്. പത്തനംതിട്ടയിലെ ഓമല്ലൂർ പ്രഭാകര സിദ്ധയോഗിയുടെ സമാധി പീഠം. ഈ സമാധി പീഠങ്ങൾക്കൊരു പ്രത്യേകത, ക്ഷേത്രത്തേക്കാൾ പവർഫുള്ളായിരിക്കും. മനസ്സിലായില്ലേ? എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇവരൊരു ദേവതയെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചവരാണ്. ഈ യോഗിമാരൊക്കെ ഒരു ദേവതയെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചവരാണ്. ഇവരുടെ ആ സാക്ഷാത്കാരത്തിൻ്റെ ഫലമായി ഇവരുടെ ശരീരം കുടികൊള്ളുന്ന സ്ഥലത്ത് ആ ദേവതയുടെ ചൈതന്യം നിത്യനിരന്തരമുണ്ടാവും. മനസ്സിലായില്ലേ? ആ സമാധിയുടെ ചൈതന്യം. നിങ്ങളിപ്പോൾ ശബരിമല ക്ഷേത്രം അല്ലേ, ഏറ്റവും അയ്യപ്പൻ്റെ കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ സമാധി സ്ഥലമുണ്ട്. പക്ഷേ ശബരിമലയിൽ പോകുന്നവർക്ക് പോലും അത് അറിയില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ ഈ ആചാരങ്ങളൊന്നും നോക്കി മനസ്സിലാക്കിയിട്ടല്ല പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അവിടെ അയ്യപ്പൻ്റെ സമാധി സ്ഥാനമുണ്ട്. അയ്യപ്പനും ശാസ്താവും രണ്ടാണ്. ശാസ്താവെന്ന് പറയുന്നത് പാലാഴി മദന കാലം മുതലേ ആരാധിക്കപ്പെട്ടു വരുന്ന ശിവ വിഷ്ണു ചൈതന്യങ്ങളുടെ ഐക്യസ്വരൂപമാണ് ശാസ്താവ്. ആ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ്. ആ ശാസ്താക്ഷേത്രം പിന്നീട് പന്തള രാജാവിൻ്റെ കാലത്ത് പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ ഉദയനൻ എന്ന കൊള്ളക്കാരനാൽ തകർക്കപ്പെട്ട സമയത്ത് ആ ഉദയനൻ്റെ കൊള്ളക്കാരനായി തകർക്കപ്പെട്ട ഉദയനെ പരാജയപ്പെടുത്തിയത് പന്തളത്ത് രാജാവിന് വളത്തുപുത്രനായി വന്ന മണികണ്ഠനാണ്. ആ മണികണ്ഠൻ ആണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ ആ ഭഗവാനിൽ മനസ്സുറപ്പിച്ച പരമഭക്തനായതുകൊണ്ട് ഭഗവാനും ഭക്തനും ഒന്നായി മാറും എന്ന ഭാവത്തോടു കൂടി ഭഗവാനെ സാക്ഷാത്കരിച്ച അയ്യപ്പനാണ് പിന്നീട് ആ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തി. അതാണ് നമ്മൾ പിന്നീട് പന്തളത്ത് രാജാവിൻ്റെ കഥയുമായിട്ടൊക്കെ ചേർന്ന് വരുന്നത്. അമ്പ് തൊടുത്തു വിട്ട സ്ഥലത്ത് ആ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞതും ആ ക്ഷേത്രം പുനരുദ്ധരിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ദിവസം തന്നെ തൻ്റെ ചൈതന്യത്തെ ഭഗവാനിൽ ലയിപ്പിച്ച് ശരീരത്തെ അയ്യപ്പൻ വെടിഞ്ഞ് ആ അയ്യപ്പൻ്റെ ശരീരം അവിടെ സമാധി പീഠമായിട്ട് അവിടെയുണ്ട്. നമ്മൾ ഇനിയെങ്കിലും പോകുന്ന സമയങ്ങളിൽ നമ്മളത് മനസ്സിലാക്കണം. അവിടെ ഈ മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിന് പുറകിലായിട്ട് മണിമണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഈ എഴികൾ അടിച്ചിട്ടുള്ള ഒരു ചെറിയ അമ്പലം പോലെയുണ്ട്. ഓടിട്ടിട്ട് എഴികൾ അടിച്ചിട്ടുള്ള അമ്പലം. അവിടെയാണ് ഒരു നിലവിളക്ക് മാത്രം, ഏതാണ്ട് ഈ പൊക്കത്തിലുള്ള ഒരു നിലവിളക്ക് മാത്രം അവിടെ കത്തിച്ചു വെക്കും. മനസ്സിലായില്ലേ? വേറെ വിഗ്രഹങ്ങളൊന്നുമില്ല, ഒരു വിളക്ക് മാത്രം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പ്രസാദമായി അവിടെ കൊണ്ടുപോയിട്ട് ഭസ്മം തൂകുന്നത്. കാര്യം സമാധി സ്ഥലത്ത് ഭസ്മം
വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രസാദമാണ്. ആ ഭസ്മം നമ്മൾ ഇരുമുടിക്കെട്ടിലെ ഭസ്മം എടുത്ത് പൊട്ടിച്ചിടുന്നത് ആ സ്ഥലത്ത് ആണ്. ഈ മണിമണ്ഡപം അയ്യപ്പൻ്റെ സമാധിപീഠമാണ്. ഈ മണിമണ്ഡപത്തിൽ ആണ് അയ്യപ്പൻ്റെ തിരുവാഭരണം ഇറക്കി വെച്ച് അയ്യപ്പൻ്റെ രൂപം വരച്ച് പൂജ നടക്കുന്ന ഏക സ്ഥലം സന്നിധാനത്തിൽ. മനസ്സിലായില്ലേ? ആ മണികണ്ഠൻ നേരെ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നതാണ് ആനപ്പുറത്ത് അവിടുത്തെ എഴുന്നള്ളത്തായിട്ട് പുറത്തേക്ക് പോകുന്നതും തിരികെ സമാധിസ്ഥനായ ഭാവത്തിൽ തിരിച്ചു വരുന്നത് കൊണ്ടാണ് വാദ്യമേളങ്ങളൊന്നുമില്ലാതെ യാതൊരു ബഹളവുമില്ലാതെ ശാന്തമായി തിരിച്ചു വരുന്നത്. അതിന് നമ്മളൊക്കെ ചില വ്യാഖ്യാനങ്ങളൊക്കെ സ്വന്തമായിട്ട് കൊടുത്തു. മാളികപ്പുറത്തമ്മേ കെട്ടാനുള്ള മോഹം കൊണ്ട് അയ്യപ്പൻ പോയി അവിടെ ശരംകുത്തി ചെന്നപ്പം കന്നി അയ്യപ്പന്മാരെ ശരം കണ്ട് അതുകൊണ്ട് കെട്ടാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് അയ്യപ്പൻ മിണ്ടാണ്ട് തിരിച്ചു പോരുന്നെന്നുള്ള അറിവില്ലായ്മ ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലായോ? യഥാർത്ഥത്തെ ഉള്ള കാര്യത്തെ അറിയാതെ പോകുന്നവരായി മാറി. ഇങ്ങനെ പലതിൻ്റെയും ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് സൂചിപ്പിച്ചാണ്. ശരി, ഇവിടെ നാറാണത്ത് ഭ്രാന്തനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ചോദിക്കില്ലേ, യജ്ഞശാലയിൽ എന്തിനാടാ ഭ്രാന്തൻ്റെ കഥ പറയണത് എന്ന് ചോദിക്കും. നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രവർത്തികളൊക്കെ അത് കണക്ക് 12 ആ പറയിപ്പറ്റ 12 ആ വരരുചിയുടെ മക്കളായി ജനിച്ച അല്ലേ 12 പേരിൽ ഒരാൾ മാത്രമാണ് വായില്ലാ കുന്നിലപ്പനായി മാറിയത്. ബാക്കിയുള്ളവരെല്ലാവരുടെയും കർമ്മങ്ങൾ നമ്മൾ നോക്കിയാൽ അഗ്നിഹോത്രിയും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള പാക്കനാരും ഇവരുടെയൊക്കെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിനുള്ള വഴി കാട്ടിയായിട്ടുള്ള സന്ദേശം തരുന്നതാണ്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു ചരിത്രം നമുക്ക് എടുക്കാം. നാറാണത്ത് ഭ്രാന്തൻ സാധാരണഗതിയിൽ അന്തി ഉറങ്ങുന്നത് ചുടുകാട്ടിലാണ്. മനസ്സിലല്ലേ? നമ്മൾ ചുടലപ്പറമ്പിലാണ്, ശവങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ചുടുകാട്ടിലാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ ആരുടെയും ശല്യം ഉണ്ടാവില്ല, സ്വസ്ഥമായിട്ട് വന്ന് കിടന്നുറങ്ങാൻ സാധിക്കും. രണ്ടാമത് ഈ ചെറിയ പ്രാണികളുടെ ഒന്നും ശല്യം വരില്ല, നമ്മളെ പോലെ കൊതുകിൻ്റെ ഒന്നും. കാര്യം ഈ ചിത കത്തുന്ന അഗ്നിയും അതുപോലെ തന്നെ അതിൻ്റെ ചൂടും അതുപോലെ തന്നെ അതിൻ്റെ പുകയും ഉള്ളിടത്ത് കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഇനി തണുപ്പ് കാലമാണെങ്കിൽ ചിതയുടെ അടുത്തോട്ട് പോയി കിടക്കും, AC ആവും. മനസ്സിലായില്ലേ? തണുപ്പ് കാലമാണെങ്കിൽ ചൂട് കായാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട, ചൂട് കാലത്താണെങ്കിൽ അകന്ന് കിടക്കാം. പിന്നെ അതിനോട് ചേർന്ന് ഈ ചുടുകാടൊക്കെ പണ്ട് കാലത്ത് നമ്മളാണൊക്കെ ഇന്നത്തെ കണക്കിലെ വിശാലമായ സ്ഥലമാണ്. ജലാശയങ്ങൾ എല്ലാ ചുടുകാളിലും പണ്ട് കാലത്തുണ്ടായിരുന്നു. കാരണം ഈ അതിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് നമ്മൾ അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ പൈപ്പിലെ വെള്ളമൊക്കെ എടുത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക്. പണ്ട് അങ്ങനെയല്ല, ഈ ചുടലപ്പറമ്പിൽ തന്നെ കുളങ്ങളുണ്ടാവും, അവിടെ തന്നെ ഏതെങ്കിലും ശിവമൂർത്തി സങ്കല്പമൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അതുപോലെയുള്ള ജലാശയമുണ്ട്. പിന്നീടോ തനിക്ക് കിട്ടുന്ന ഭക്ഷണമായി കിട്ടുന്ന ദ്രവ്യങ്ങൾ പാകം ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വിറകുണ്ട്, തീയുണ്ട്. ആകെ 2 കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്ത് വെള്ളം കുളത്തിൽ നിന്ന് മുക്കി വെച്ചാൽ അതിൽ അരിയോ ചൊക്കെ വെച്ച് വേവിച്ച് കഴിച്ച് കിടന്നുറങ്ങാനും ഒക്കെ സ്ഥിരമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ആരുടെയും ശല്യമില്ലാതെ മനസ്വസ്ഥമായി കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ചുടുകാട് എന്നാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ സങ്കല്പം. എന്നുവെച്ചാൽ നാളെ ആരും പോയി കിടക്കണ്ട, നമ്മുടെ ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, അതോടുകൂടി നമ്മുടെ പിരി മുഴുവൻ പോകും. മനസ്സിലല്ലേ? നാറാണത്ത് ഭ്രാന്തനെ സംബന്ധിച്ചോളം പേടിയില്ല, കാരണം ജ്ഞാനിയാണ്. ജ്ഞാനികൾക്ക് ഭയം ഉണ്ടാവുകയില്ല എന്നതാണ് ശാസ്ത്രം. അപ്പോൾ അങ്ങനെ നാറാണത്ത് ഭ്രാന്തൻ ഈ കഞ്ഞിയൊക്കെ വെക്കുന്ന അതീവ രസകരമായിട്ടാണ്. ഈ ചുടലയിൽ നിന്ന് കത്തുന്ന വിറവെടുത്ത് ആ തീയോടുകൂടി വെച്ചിട്ടാണ് കഞ്ഞി വെക്കുന്നത്. നമുക്കിപ്പോൾ തോന്നും, എടാ ഈ ചിത കത്തുന്ന ജഡം കത്തുന്ന തീയെടുത്ത് വെച്ച് കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം എന്താ, യഥാർത്ഥത്തിൽ അഗ്നിക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, മാലിന്യവും കളങ്കവും ഇല്ല. നിലവിളക്ക് കത്തിക്കുന്ന അഗ്നിയും ഹോമകുണ്ഡത്തിൽ അഗ്നിയും, മനസ്സിലായില്ലേ, അടുപ്പിൽ കത്തിക്കുന്ന അഗ്നിയും ചിതയിൽ കത്തിക്കുന്ന അഗ്നിയും എപ്പോഴും എന്താ, ശുദ്ധമായിരിക്കും. അതിലൊരിക്കലും അശുദ്ധി പകരാത്ത അശുദ്ധമാകാത്ത ഏക പഞ്ചഭൂതം ഏതാണ്? അഗ്നി മാത്രമേ ഉള്ളൂ. അത് ശിവഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതാണ്. അപ്പോൾ ആ നിലയിലുള്ള ആ അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ചുടലഭദ്രകാളി എന്ന ഭദ്രകാളിയുടെ ഒരു ഭാവമുണ്ട്. ഈ ചുടലഭദ്രകാളി ഇടയ്ക്കിടയ്ക്ക് ഭൂതഗണങ്ങളുമൊക്കെ ആയിട്ട് ആടിപ്പാടി ഉല്ലസിക്കാൻ വേണ്ടി ഈ ചുടലയിൽ വരും. അങ്ങനെ ചുടലയിലേക്ക് ആടിപ്പാടി ഉല്ലസിക്കാൻ വേണ്ടി ഈ ചുടലഭദ്രകാളി വന്ന് ആ ചുടലയുടെ മുകളിൽ ചുടല നൃത്തമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുടുകാടാവുമ്പോൾ ആരുടെയും സാന്നിധ്യമില്ലാത്ത ആ സ്ഥലത്ത് അർദ്ധരാത്രിയിൽ ഇങ്ങനെ നടത്തുമ്പോൾ ചുടലഭദ്രകാളി നോക്കുമ്പോൾ അതാ അവിടെ ഒരാൾ വളരെ സുന്ദരമായിട്ട് കണ്ണും തുറന്നിരുന്ന് ഡാൻസ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഉഗ്ര രൂപത്തിൽ വരുന്ന ഈ ചുടലഭദ്രകാളിയുടെ രൂപം തന്നെ ഭയാനകമാണ്, ഒരാൾക്ക് കാണാൻ സാധിക്കില്ല, അത്ര ഭയാനകമാണ് ആ രൂപം.
ആ ഉഗ്രമായ താണ്ഡവമാടുമ്പോൾ ഒരു ഭയവും കൂടാതെ ഒരാൾ നോക്കിയിരിക്കുന്നു. ചുടലഭദ്രകാളി അലറി ബഹളം വെച്ച് നോക്കി, ഭൂതഗണങ്ങളൊക്കെ ഭയപ്പെടുത്താൻ നോക്കി, യാതൊരു രക്ഷയില്ല. അയാൾ എങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ചുടലഭദ്രകാളി അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഭയമില്ലേ? അപ്പം ചോദിച്ചു, ഞാൻ എന്തിനാ നിന്നെ ഭയക്കുന്നത്? നീ നിൻ്റെ കാര്യത്തിന് വന്നു, നീ നിൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു. മനസ്സിലായില്ലേ? അതുവരെ ഞാൻ നിന്നെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാര് പറയുന്നു? ഈ നാറാണത്ത് ഭ്രാന്തൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പം നാറാണത്ത് ഭ്രാന്തൻ ഇത് പറഞ്ഞു, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ആ സമയത്ത് ഭദ്രകാളിക്ക് നാറാണത്ത് ഭ്രാന്തനോട് ഇഷ്ടം തോന്നി. ഭയമില്ലാതിരിക്കുന്ന നിർഭയനാണ്, ജ്ഞാനിയാണെന്ന് മനസ്സിലായി. നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പം നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ വിളിച്ചതുമില്ല, എനിക്കെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. നീ ഒരു കാര്യം ചെയ്യും, വേഗത്തിലൊന്ന് പോയാൽ, ഈ ബഹളമൊക്കെ ഒന്ന് ഒഴിവാക്കി തന്നാൽ എനിക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങണം, ഒന്ന് പോയി തന്നാൽ കൊള്ളാം എന്ന് മാത്രം പറഞ്ഞു. ഭദ്രകാളി വിടാൻ കൂട്ടാക്കിയില്ല. അവസാനം ചോദിച്ചു, എന്ത് വരം വേണം? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ആ സമയത്ത് അവസാനം നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധമാണെങ്കിൽ എൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ടൊന്ന് മാറ്റിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ടൊന്ന് മാറ്റിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അവസാനം ഭദ്രകാളിക്ക് തന്നെ ചിരി വന്നു. ഇതെന്തൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ട് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ആരെങ്കിലും ഇടത് കൈക്ക് വേദന ഉണ്ടത് വലത് കൈയിലോട്ട് മാറിക്കോട്ടെ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഗുണമുണ്ടോ? ഭദ്രകാളി പറഞ്ഞു, തഥാസ്തുതേ, വരം കൊടുത്തു, പോയി. നാറാണത്ത് ഭ്രാന്തൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാളി, നിന്നെക്കൊണ്ട് ഇതേ പറ്റൂ, ഇതിനപ്പുറത്തൊന്നും പറ്റില്ല. കാരണം അറിവുള്ളവർ എപ്പോഴും മനസ്സിലാക്കുന്നൊരു പരമസത്യമുണ്ട്, പ്രാരാബ്ദങ്ങൾ നമ്മളെ വിട്ടു പിരിയില്ല. ഈ ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ട് മാറട്ടെ എന്ന് പറഞ്ഞത് ഈ ജന്മത്തിൽ നിന്ന് മാറിയാൽ അടുത്ത ജന്മത്തിൽ അനുഭവിക്കണം. മനസ്സിലായില്ലേ? ഈ ജന്മത്തിൽ നിന്ന് മാറിയാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. ആ ഇടതുകാലിപ്പം മുന്നിലിരിക്കുന്ന ഇപ്പോഴത്തെ ജന്മമാണെങ്കിൽ അടുത്തത് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പം ഏത് കാല് വെക്കേണ്ടി വരും? പുറമേ ഇരിക്കുന്ന വലത് കാല് മുന്നിൽ വെക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജന്മത്തിൽ നിന്ന് മാറ്റാനേ ഭഗവാന് പോലും സാധിക്കൂ, പക്ഷേ പൂർണ്ണമായും അതിൻ്റെ അനുഭവത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കില്ല എന്ന് ഭദ്രകാളിയെ സാക്ഷ്യപ്പെടുത്തി നമ്മളെ ബോധിപ്പിക്കുകയാണ് ആര്? നാറാണത്ത് ഭ്രാന്തൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് ഇത് വന്നു ചേരും എന്നുള്ള ആ ഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രാരാബ്ദങ്ങൾ അത് പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുകയല്ല, പ്രാരാബ്ദങ്ങളെ കടക്കുവാനാണ് ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ രാമായണത്തിൻ്റെ തന്നെ മഹാവാക്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. എന്തായിരുന്നു ഒരു വാക്യം നമ്മൾ പറഞ്ഞത്? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വരില്ല. കർമ്മഫലങ്ങൾക്ക് മാറ്റം വരില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം എടുത്തു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലം ഒരു ഇരമ്പുലക്ക കൊണ്ട് നശിക്കുമെന്നൊരു ശാപം ഉണ്ടായി. എന്തൊക്കെ പണി നോക്കി, അതിനെ രാഗി കടലിലെറിഞ്ഞു, അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കിട്ടി, അതിനെ ഒരു മീൻ വിഴുങ്ങി, ആ മീനെ പിടിച്ച മുക്കുവൻ കൃത്യമായിട്ട് അതെടുത്ത് വേണമെങ്കിൽ അയ്യത്ത് അത് കളയാതെ അയാൾ കൊണ്ടുപോയി ഒരു കൊല്ലപ്പണിക്കാരനെ കൊടുത്തു. ആ കൊല്ലപ്പണിക്കാരൻ്റെ ഈ തുമ്പ് ഇരുമ്പ് കഷ്ണം കിട്ടിയ സമയത്ത് തന്നെ ജരൻ എന്ന വേടൻ കൃത്യമായിട്ട് തൻ്റെ അമ്പിൻ്റെ മൂർച്ച കൂട്ടാൻ ചെന്നു. ആ ഇരുമ്പിൻ്റെ കഷ്ണം വെച്ച് അമ്പിൻ്റെ മൂർച്ച കൂട്ടി ആ ജരൻ അത് കൃത്യമായിട്ട് മറ്റൊരു മൃഗമാണെന്ന് പറഞ്ഞ് അയച്ചത് ഭഗവാന്റെ പാദത്തിൽ തറച്ചു. എവിടെങ്കിലും ഒന്ന് താളം തെറ്റിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമോ? അപ്പം കർമ്മഫലം ഈശ്വരന് പോലും മാറ്റമില്ലാതെ പിന്തുടരുന്നതാണ് എന്ന് നമ്മൾ അറിയുക. പിന്നെ ആകെ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയുള്ള കർമ്മങ്ങളെങ്കിലും, മനസ്സിലായില്ലേ? ഇതുവരെ കയ്യിൽ നിന്ന് പോയ കർമ്മമാണ്. ഇനിയുള്ള കർമ്മങ്ങളെങ്കിലും എന്ത് ചെയ്യണം? ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മുമ്പ് ചെയ്ത കർമ്മങ്ങൾക്ക് ഉള്ള പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മനസ്സിലായില്ലേ? മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ തെറ്റായ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് വരാനുള്ള കർമ്മം ശരിയായ നിലയിൽ നമ്മൾ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പ്രാരാബ്ദങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഏക മാർഗം.